Hi dears and welcome back to Indo Learning. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ എ ഡോൾസ് ജേർണി ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേര് ഇമാജിനേഷൻ. ഇമാജിനേഷൻ എന്നാൽ ഭാവന, ഭാവനാശക്തി എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഈ യൂണിറ്റിലുള്ള പാഠഭാഗങ്ങൾ കുട്ടികളുടെ ഭാവനാശക്തി വളർത്തുന്നതിനും അവരുടെ അറിവിനപ്പുറം ചിന്തിക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ്. നോക്കൂ, ദ ട്രൂ സൈൻ ഓഫ് ഇന്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. ആരാണിത് പറഞ്ഞത്? യെസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ദ ട്രൂ, ട്രൂ എന്നാൽ യഥാർത്ഥ എന്നർത്ഥം. സൈൻ ഓഫ് ഇന്റലിജൻസ്, ബുദ്ധിയുടെ അടയാളം. ഈസ് നോട്ട് നോളജ്, അറിവല്ല. യഥാർത്ഥ ബുദ്ധിയുടെ അടയാളം അറിവല്ല. ബട്ട് ഇമാജിനേഷൻ എന്നാൽ ഇമാജിനേഷൻ ഭാവനാശക്തിയാണ്. യഥാർത്ഥ ബുദ്ധിയുടെ അടയാളം അറിവല്ല, മറിച്ച് ഭാവന ശക്തിയാണ്. ലുക്ക് അറ്റ് ദി ഫോളോയിങ് പിക്ചേഴ്സ്. താഴെ തന്ന ചിത്രങ്ങളിലേക്ക് നോക്കൂ. ആൻഡ് റീഡ് ദി ക്യാപ്ഷൻസ് ബിലോ. അടിയിൽ കൊടുത്ത കുറിപ്പുകൾ വായിക്കൂ. ഈ ഡോളിനെ ആ കുട്ടി എങ്ങനെയൊക്കെ പരിപാലിച്ചിരിക്കുന്നുവെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കൂ, ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. ഞാൻ എന്റെ പാവയെ വളരെയേറെ സ്നേഹിക്കുന്നു. ഐ ഗിവ് മൈ ഡോൾ എ ബാത്ത് എവരി ഡേ. ബാത്ത് എന്നാൽ കുളി എന്നാണ് അർത്ഥം. ഞാൻ എല്ലാ ദിവസവും എന്റെ പാവയെ കുളിപ്പിക്കുന്നു. ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. ഫീഡ് എന്നാൽ ഭക്ഷണം കൊടുക്കുക. ഞാൻ എന്റെ പാവയ്ക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നു. ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. ഞാൻ എന്റെ പാവയ്ക്ക് രസകരമായ കഥകൾ വായിച്ചു കൊടുക്കുന്നു. ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ഞാൻ എന്റെ പാവയുടെ കൂടെ കളിക്കുന്നു. ഐ ലൾ മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി ഞാൻ പാവയ്ക്ക് താരാട്ടുപാട്ട് പാടിക്കൊടുക്കുന്നു. ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം. നിങ്ങൾക്കൊരു ഡോൾ വീട്ടിലുള്ളതായി സങ്കല്പിക്കുക. ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്? നിങ്ങൾ എങ്ങനെയാണ് അവയെ സംരക്ഷിക്കുക? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയെയും അവളുടെ നഷ്ടപ്പെട്ട പാവയെയും കുറിച്ചുള്ള ഒരു മനോഹരമായ കഥയാണ്. ഈ കഥയിൽ ബെർലിൻ നഗരത്തിലെ ഒരു പെൺകുട്ടിയും പ്രശസ്ത ജർമ്മൻ എഴുത്തുകാരനായ ഫ്രാൻസ് കാഫ്കയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. എന്താണ് നമ്മുടെ കഥയുടെ പേര്? യെസ്, എ ഡോൾസ് ജേർണി. ഒരു പാവയുടെ യാത്ര. ഹിയർ ഈസ് an anecdote about a girl and her doll. Anecdote എന്നാൽ സ്മോൾ സ്റ്റോറി, ചെറുകഥ. About a girl and her doll. ഒരു പെൺകുട്ടിയെയും അവളുടെ പാവയെയും കുറിച്ചുള്ള ഒരു ചെറുകഥയാണ് ഇത്. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കാഫ്ക, ജർമ്മൻ എഴുത്തുകാരനായ ഫ്രാൻസ് കാഫ്ക പ്ലേസ് എന്നാൽ ഇവിടെ വഹിക്കുന്നു എന്നാണ് അർത്ഥം. an important role, ഒരു പ്രധാന പങ്ക്. ജർമ്മൻ എഴുത്തുകാരനായ ഫ്രാൻസ് കാഫ്ക ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. It has also appeared in his biography. ബയോഗ്രഫി എന്നാൽ എന്താണ്? ജീവചരിത്രം. appeared എന്നാൽ ഇവിടെ mentioned എന്നാണ് അർത്ഥം, സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് സൂചിപ്പിച്ചത്? ഈ കഥ നോക്കൂ. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂൺ എന്നാൽ ഉച്ച കഴിഞ്ഞ സമയം. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. അത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ.
കാഫ്ക വാസ് വാക്കിംഗ്, കാഫ്ക നടക്കുകയായിരുന്നു. ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ, ബെർലിനിലുള്ള ഒരു പാർക്കിലൂടെ, ബെർലിനിലുള്ള ഒരു പാർക്കിലൂടെ കാഫ്ക നടക്കുകയായിരുന്നു. ബെർലിൻ എവിടെയാണ്? യെസ്, ജർമ്മനിയിലുള്ള ഒരു സിറ്റിയാണ് ബെർലിൻ. ഹി മെറ്റ് എ ഗേൾ, അദ്ദേഹം ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഹു വാസ് ക്രൈങ്, അവൾ കരയുകയായിരുന്നു. ബിക്കോസ്, കാരണം ഷീ ഹാഡ് ലോസ്റ്റ് ഹെയർ ഫേവറേറ്റ് ഡോൾ. ഫേവറേറ്റ് എന്നാൽ എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട. ലോസ്റ്റ് എന്നാൽ നഷ്ടപ്പെട്ടു. അവൾക്ക് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാവ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാഫ്ക കണ്ടുമുട്ടിയ പെൺകുട്ടി കരഞ്ഞത് എന്തിനായിരുന്നു? അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാവ നഷ്ടപ്പെട്ടത് കൊണ്ട്. കാഫ്ക ജോയിൻഡ് ഹെർ, അല്ലെ? ജോയിൻഡ് എന്നാൽ ചേർന്നു എന്നാണ് അർത്ഥം. കാഫ്ക അവളുടെ കൂടെ ചേർന്നു. എന്തിനാണ് ചേർന്നത്? ഇൻ സെർച്ചിങ് ഫോർ, സെർച്ചിങ് ഫോർ മീൻസ് ലുക്കിംഗ് ഫോർ, തിരയുക. ഇൻ സെർച്ചിങ് ഫോർ ദി ഡോൾ, ആ പാവയെ തിരയുന്നതിന് വേണ്ടി. എന്നാൽ അൺസക്സസ്ഫുള്ളി, അൺസക്സസ്ഫുള്ളി എന്നാൽ വിത്തൗട്ട് സക്സസ്, വിജയിക്കാതെ, അല്ലേ? എന്നാൽ അത് വിജയിക്കാതെ ആയി. അതായത് ആ പാവയെ തിരഞ്ഞ് അവർക്ക് ആ പാവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ കൺസോൾഡ് ഹെർ, കൺസോൾഡ് എന്നാൽ ആശ്വസിപ്പിച്ചു. അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ചു. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹെർ, അദ്ദേഹം പ്രോമിസ്ഡ് എന്നാൽ വാക്ക് കൊടുത്തു എന്നാണ് അർത്ഥം, വാഗ്ദാനം നൽകി. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹെർ, അദ്ദേഹം അവൾക്ക് വാഗ്ദാനം നൽകി. എന്താ നൽകിയത്? ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം അദ്ദേഹം അവളെ കണ്ടുമുട്ടുമെന്ന്. ടു കണ്ടിന്യൂ, തുടരാൻ. എന്തിന്? ടു ലുക്കിംഗ് ഫോർ, തിരയുന്നത്. ദ ഡോൾ, പാവയെ. പാവയെ തിരയുന്നത് തുടരാൻ അടുത്ത ദിവസം അവളെ കണ്ടുമുട്ടുമെന്ന് അദ്ദേഹം അവൾക്ക് വാഗ്ദാനം നൽകി. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. ദേ മെറ്റ് അറ്റ് ദി പാർക്ക് ഇൻ ദ ഈവനിങ്, വൈകുന്നേരം പാർക്കിൽ അവർ കണ്ടുമുട്ടി. ഹിയർ വി ഗെറ്റ് എ ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് കാഫ്ക പ്രോമിസ് ദി ഗേൾ? എന്താണ് കാഫ്ക ആ കുട്ടിക്ക് വാഗ്ദാനം നൽകിയത്? കാഫ്ക പ്രോമിസ്ഡ് ദി ഗേൾ, കാഫ്ക ആ കുട്ടിക്ക് വാഗ്ദാനം നൽകി. ദാറ്റ് ഹി വുഡ് കം ബാക്ക് ദി നെക്സ്റ്റ് ഡേ, അദ്ദേഹം അടുത്ത ദിവസം വരുമെന്നും. ടു ലുക്ക് ഫോർ ദി ഡോൾ, പാവയെ തെരയുന്നതിന്. പാവയെ തെരയുന്നതിന് അദ്ദേഹം അടുത്ത ദിവസം വരുമെന്ന് അവൾക്ക് വാഗ്ദാനം നൽകി. ഇത് ആ പെൺകുട്ടിയും ഇത് കാഫ്കയുമാണ്. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം, സെർച്ചിങ് ഫോർ എന്നാൽ തെരയുക. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം, സം ടൈം കുറച്ചു നേരം, കുറച്ചു നേരത്തോളം തെരഞ്ഞതിനു ശേഷം കാഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് ഹി had found a letter under a bench in the park. Pretended എന്നാൽ acted എന്നാണ് അർത്ഥം. അഭിനയിച്ചു, നടിച്ചു. കാഫ്ക അഭിനയിച്ചു, നടിച്ചു. എന്താ നടിച്ചത്? That he had found a letter, അദ്ദേഹം ഒരു കത്ത് കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന്. അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്, പാർക്കിലെ ഒരു ബെഞ്ചിനടിയിൽ അദ്ദേഹം ഒരു കത്ത് കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന് നടിച്ചു, അഭിനയിച്ചു. ഹി ഗേവ് ദ ലെറ്റർ ടു ദി ഗേൾ, അദ്ദേഹം ആ കത്ത് ആ പെൺകുട്ടിക്ക് കൊടുത്തു. യഥാർത്ഥത്തിൽ ഇവിടെ അഭിനയിച്ചതാണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിച്ചത് നോക്കൂ. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ്, പ്രിപ്പയർഡ് എന്നാൽ തയ്യാറാക്കി. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദി ലെറ്റർ, ആ കത്ത് കാഫ്ക തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. വിച്ച് വാസ് മീൻഡ് ടു ബി ഫ്രം ദി ഡോൾ. വാസ് മീൻഡ് ടു ബി എന്നാൽ തോന്നിപ്പിക്കുന്നത് പോലെ. വിച്ച് വാസ് മീൻഡ്
ടു ബി ഫ്രം ദി ഡോൾ എന്നാൽ പാവയിൽ നിന്നും വന്ന കത്താണെന്ന് തോന്നിപ്പിക്കുന്നത് പോലെ അദ്ദേഹം ഒരു കത്ത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പാവ അയച്ച ഒരു കത്ത് പോലെ അദ്ദേഹം മുന്നേ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നോക്കൂ. ഡോണ്ട് വറി, വറി എന്നാൽ വിഷമിക്കുക. ഡോണ്ട് വറി എബൌട്ട് മീ, എന്നെ കുറിച്ച് വിഷമിക്കരുത്, അതായത് എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. ദ ലെറ്റർ സെഡ്, ആ കത്തിൽ പറഞ്ഞു. ഐ ആം ഓൺ എ ട്രിപ്പ്, ട്രിപ്പ് എന്നാൽ യാത്ര. ഐ ആം ഓൺ എ ട്രിപ്പ്, ഞാനൊരു യാത്രയിലാണ്. എറൗണ്ട് ദ വേൾഡ്, എറൗണ്ട് ദ വേൾഡ് എന്നാൽ ലോകം ചുറ്റിയുള്ള, ഞാൻ ലോകം ചുറ്റിയുള്ള ഒരു യാത്രയിലാണ്. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്, എക്സൈറ്റിംഗ് മീൻസ് ഇൻട്രസ്റ്റിംഗ്, റിയലി യഥാർത്ഥത്തിൽ. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ് മീൻസ് ഇറ്റ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്, അത് യഥാർത്ഥത്തിൽ രസകരമായിരുന്നു. ഐ വിൽ ടെൽ യു എവരിത്തിങ്, എവരിത്തിങ് എന്നാൽ എല്ലാ കാര്യവും. ഐ വിൽ ടെൽ യു എവരിത്തിങ്, ഞാൻ എല്ലാ കാര്യവും നിന്നോട് പറയും. എപ്പോഴാ പറയാ? വെൻ ഐ ആം ബാക്ക്, ഞാൻ തിരിച്ചു വരുമ്പോൾ. ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാ കാര്യങ്ങളും നിന്നോട് പറയുമെന്നും ആ കത്തിൽ പറഞ്ഞു. The girl continued to receive letters from the doll. ആ പെൺകുട്ടി പാവയിൽ നിന്നും കത്തുകൾ സ്വീകരിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. She wrote about her adventures in detail. Adventures എന്നാൽ സാഹസികതകൾ, സാഹസിക പ്രവർത്തികൾ. In detail വിശദമായി. She എന്നാൽ ഇവിടെ പാവയെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അവളുടെ സാഹസിക പ്രവർത്തികളെ കുറിച്ച് വിശദമായി എഴുതി. The letters delighted the girl. Delighted means made happy, സന്തോഷമുണ്ടാക്കി. ആ കത്തുകൾ പെൺകുട്ടിക്ക് സന്തോഷമുണ്ടാക്കി. This went on, went on എന്നാൽ തുടർന്നു എന്നാണ് അർത്ഥം. For some time, കുറച്ചു കാലം. ഇത് കുറച്ചു കാലത്തോളം തുടർന്നു. But Kafka noticed that the girl was becoming moody as days passed. Noticed എന്നാൽ ശ്രദ്ധിച്ചു എന്നാണ് അർത്ഥം. Moody എന്നാൽ sad എന്നാണ് അർത്ഥം. But Kafka noticed that the girl was becoming moody as days passed. ദിവസങ്ങൾ കഴിയുന്തോറും ആ പെൺകുട്ടി ദുഃഖിതയായി വരുന്നത് കാഫ്ക ശ്രദ്ധിച്ചു. She badly wanted her doll to come back. Badly എന്നാൽ ഇവിടെ അർത്ഥം വളരെ അധികം എന്നാണ് അർത്ഥം. To come back തിരിച്ചു വരിക. She badly wanted her doll to come back. അവളുടെ പാവ തിരിച്ചു വരുവാൻ വേണ്ടി വളരെയേറെ ആഗ്രഹിച്ചു. And Kafka felt that he could not make up letters indefinitely. ഇവിടെ മേക്കപ്പ് എന്നാൽ കെട്ടിച്ചമയ്ക്കുക എന്നാണ് അർത്ഥം. Indefinitely എന്നാൽ without end എന്നാണ് അർത്ഥം. And Kafka felt that he could not make up letters indefinitely. അനിശ്ചിതമായി കത്തുകൾ കെട്ടിച്ചമയ്ക്കുവാൻ കഴിയില്ലെന്ന് കാഫ്കയ്ക്ക് തോന്നി. Finally he found a way out. Way out പരിഹാരമാർഗം, വഴി. അവസാനം അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. There were no letters for some days. കുറച്ച് ദിവസങ്ങളായി കത്തുകൾ ഉണ്ടായില്ല. Then one day Kafka told the girl. പിന്നീട് ഒരു ദിവസം കാഫ്ക ആ പെൺകുട്ടിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? That the doll was engaged to be married. പാവയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന്. അപ്പോൾ ഒരു ദിവസം കാഫ്ക ആ പെൺകുട്ടിയോട് പാവയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് പറഞ്ഞു. He had met her. അദ്ദേഹം അവളെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു.
എപ്പോഴാണ് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത്? വൈൽ ഓൺ എ ട്രിപ്പ്. ട്രിപ്പ് എന്നാൽ യാത്ര. വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദി കൺട്രി. രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്ത് കൂടി ഒരു യാത്രയ്ക്ക് പോയിരുന്നപ്പോഴാണ് അവളെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത്. കാഫ്ക ഓൾസോ ടോൾഡ് ഹെർ. കാഫ്ക അവളോട് കൂടാതെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ദാറ്റ് ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം. അവൾ, അതായത് പാവ, ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഹിം, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആരാ പരിചയപ്പെടുത്തിയിരുന്നത്? ടു ദി യങ് മാൻ, ആ ചെറുപ്പക്കാരനെ. ഷി വാസ് ഗോയിങ് ടു മാരി, അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ചെറുപ്പക്കാരനെ കാഫ്കയ്ക്ക് അവൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഷി വാസ് സോറി, അവൾ വിഷമിക്കുന്നു. എന്തിനാണ് വിഷമിക്കുന്നത്? ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. കുറച്ചു കാലമായി അവൾക്ക് കത്ത് എഴുതാൻ കഴിയാഞ്ഞതിൽ അവൾ വിഷമിക്കുന്നു. ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻസ് ഫോർ ദി വെഡിങ് വെയർ ഓവർ. പ്രിപ്പറേഷൻസ് എന്നാൽ ഒരുക്കങ്ങൾ എന്നാണ് അർത്ഥം. വെഡിങ്, വിവാഹം. വിവാഹ ഒരുക്കങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ അവൾ കത്തെഴുതുമെന്ന് വാക്ക് കൊടുത്തിരുന്നു. ഇതെല്ലാമാണ് കാഫ്ക പെൺകുട്ടിയോട് പറഞ്ഞത്. നോക്കൂ, ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ. അവളുടെ പാവയിൽ നിന്നും ഇത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. ബട്ട് ഷീ വണ്ടേഡ്. വണ്ടേഡ് എന്നാൽ ഇവിടെ അർത്ഥം തോട്ട് എന്നാണ് അർത്ഥം. എന്നാൽ അവൾ വിചാരിച്ചു, വെൻ ഷീ വുഡ് ഏബിൾ ടു സീ ഹെർ, പാവയെ എപ്പോൾ അവൾക്ക് കാണാൻ കഴിയുമെന്ന് അവൾ ചിന്തിച്ചു. വൈ വാസ് ദ ഗേൾ മൂഡി? മൂഡി മീൻസ് സാഡ്. ആ പെൺകുട്ടി എന്തുകൊണ്ടായിരുന്നു ദുഃഖിതയായത്? യെസ്, ദ ഗേൾ വാസ് മൂഡി. ആ പെൺകുട്ടി ദുഃഖിതയായിരുന്നു. ബിക്കോസ് ഷീ മിസ്ഡ് ഹെർ ഡോൾ ആൻഡ് വാണ്ടഡ് ഇറ്റ് ടു കം ബാക്ക്. തന്റെ പാവയെ കാണാത്തതിലുള്ള വിഷമം കൊണ്ടും അത് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചതും കൊണ്ടാണ് അവൾ ദുഃഖിതയായത്. There were no letters for some days. കുറച്ച് ദിവസങ്ങളായി കത്തുകൾ ഉണ്ടായിരുന്നില്ല. വൈ? എന്തുകൊണ്ട്? കാഫ്ക സ്റ്റോപ്ഡ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ദാറ്റ് സീംഡ് ടു ബി ഫ്രം ദി ഡോൾ. പാവ അയക്കുന്നത് പോലെയുള്ള കത്തുകൾ എഴുതുന്നത് കാഫ്ക നിർത്തി. അതുകൊണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായി കത്തുകൾ ഇല്ലാതിരുന്നത്. ഡു യു ലൈക്ക് ദ എൻഡിങ് ഓഫ് ദി സ്റ്റോറി? എൻഡിങ് എന്നാൽ അവസാനം. നിങ്ങൾ ഈ കഥയുടെ അവസാനം ഇഷ്ടപ്പെട്ടോ? സജസ്റ്റ് അനദർ എൻഡിങ്. കഥയ്ക്ക് മറ്റൊരവസാനം നിർദ്ദേശിക്കൂ. യെസ്, ഐ ലൈക്ക് ദി എൻഡിങ്. എനിക്ക് കഥയുടെ അവസാനം ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് സ്വീറ്റ് ആൻഡ് ഷോഡ് ഹൗ കാഫ്ക ട്രൈഡ് ടു മേക്ക് ദി ഗേൾ ഹാപ്പി. ഇത് മനോഹരമായിരുന്നു. കാഫ്ക ആ പെൺകുട്ടിയെ സന്തോഷിപ്പിക്കാൻ എന്തുമാത്രം ശ്രമിച്ചുവെന്ന് ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നു. കാഫ്ക ഗീവ്സ് ഹെർ എ ന്യൂ ഡോൾ ദാറ്റ് ലുക്സ് ലൈക്ക് ഹെർ ഓൾഡ് വൺ. കാഫ്ക അവളുടെ പഴയ പാവ പോലെയുള്ള ഒരു പുതിയ പാവ അവൾക്ക് വാങ്ങിക്കൊടുത്തു. She feels happy and thinks the doll has come back from her journey. പാവ അതിന്റെ യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ളതാണെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് അങ്ങനെ സന്തോഷമായി. കൂട്ടുകാരെ, കഥ ഇവിടെ അവസാനിച്ചു. ആ പെൺകുട്ടിക്ക് പാവക്കുട്ടിയെ തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഒരു നല്ല മനസ്സുള്ള ഒരാളുടെ കഥകൾ അവളെ സന്തോഷിപ്പിച്ചു. ആരാണിവിടെ നല്ല മനസ്സും ഹൃദയവും ഉള്ളത്? യെസ്, കാഫ്ക. നമുക്ക് അതുപോലെ സ്നേഹവും കരുണയും നൽകുന്ന നല്ലവരാകാം. ഓക്കെ ഡിയേഴ്സ്.